ആഷിക്കെ, പിണറായി വിജയന്റെ ഭരണം ഏകാധിപത്യ ഭരണമാണെന്ന് മുൻപ് മാധ്യമങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായി ഏകാധിപതിയാണ് എന്നൊരു ടോക്ക് വരുന്നുണ്ട്. അത് ഇന്നലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂടിയിരുന്നു. ആ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്നും AK ബാലനും വെള്ളാപ്പള്ളിക്കും ഒരേ ശബ്ദവുമാണെന്നാണ് പറയുന്നത്. എന്താണ് ആഷിക്ക് അങ്ങനെ ഒരു ആരോപണത്തിന് പിന്നിൽ? ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ കുറച്ച് ദിവസം മുമ്പ് 28ഓളം CPM പ്രവർത്തകരാണ് രാജിവെച്ചു പോയത്. അതായത് സംസ്ഥാന നേതൃത്വം ആ ഒരു അംഗത്തിനെതിരെ നടപടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ ആ ഒരു പദവിയിൽ നിന്നും ചവിട്ടി താഴ്ത്തി, ജില്ലാ നേതൃത്വത്തിൽ നിന്നും താഴത്തേക്ക് ചവിട്ടി താഴ്ത്തുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ചാണ് 28ഓളം CPM പ്രവർത്തകർ രാജിവെച്ചു പോയത്. അതിന് പിന്നാലെ ഇപ്പോ CPM പ്രവർത്തകർ ഒട്ടാകെ പിണറായി വിജയനെതിരെയും ആ ഒരു നേതൃത്വത്തിനെതിരെയും ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്നത് AK ബാലനെതിരെയാണ്. AK ബാലന്റെ ചില നേരത്തെ ഉള്ള ഒരു പ്രസ്താവനകൾ CPM നേതാക്കളെ തന്നെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം പിണറായി വിജയന്റെ ഒരു ചെറ്റ എന്നുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ, അതിനെ ചാരുതയേറിയവൻ എന്നാണ് AK ബാലൻ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളിത് മുമ്പും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അത് തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ. ഈ തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പിണറായി വിജയനുള്ള പങ്ക് നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ടാണ്. പക്ഷേ പേരാവൂര് ശൈല ടീച്ചറെ കൊണ്ട് നിർത്തിയത്, അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടീച്ചറെ ഒരു ബലിമൃഗമായി കൊണ്ട് നിർത്തുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഇവിടെ എനിക്ക് അറിയേണ്ടതൊന്നുമല്ല, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ 10 വർഷത്തെ ഭരണത്തോടും ആ വ്യക്തിയോടും ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള വിദ്വേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് പാർട്ടി നേതൃത്വങ്ങൾക്കും അറിയാമെന്നിരിക്കെ ഈ പിണറായിയേക്കാൾ എന്തുകൊണ്ടും ജനസമ്മതി ഉള്ളത് ടീച്ചർക്കാണ്, ശൈല ടീച്ചർക്കാണ്. അപ്പോൾ ശൈല ടീച്ചറുടെ മുഖം എടുത്ത് കാണിച്ച് ഈ ഇലക്ഷനെ നേരിട്ട് കൂടായിരുന്നോ എന്നാണ് ഈ പാർട്ടി നേതൃത്വം ഇപ്പോൾ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റികൾ അടക്കമുള്ളവർ ചോദിക്കുന്നത്. പിണറായിയുടെ മുഖം എടുത്ത് കാണിച്ച് വോട്ട് തേടിയതും പരാജയത്തിന് കാരണമെന്ന് പറയുന്നത് അതൊരു പരാജയ കാരണമാണോ? ഇതിൽ 2 കാര്യമാണ് നടന്നത്. ഒന്ന്, KK ശൈലജയുടെ ഒരു ജനസമ്മതി ഇടിക്കുക, അവരെ പാർട്ടിയിൽ പരമാവധി ഒതുക്കുക, അല്ലെങ്കിൽ അവരുടെ ജനസമ്മതി ഇല്ലാതാക്കുക. അതുകൂടാതെ തന്റെ വിജയം ഉറപ്പിക്കുക. ധർമ്മടം ഒഴിച്ചല്ലാതെ ഇപ്പൊ പേരാവൂര് മത്സരിക്കാൻ പിണറായി ഒരിക്കലും സന്നദ്ധനായിട്ടില്ല. അപ്പോ തന്റെ വിജയം ഉറപ്പാക്കുക എന്നതിലൂടെ KK ശൈലജയുടെ പതനം ഉറപ്പാക്കുകയായിരുന്നു പിണറായി ചെയ്തത്. ഇപ്പോ ഒരുപക്ഷെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഏറ്റവും വലിയ എതിരാളി പിണറായി വിജയൻ ആവേണ്ടതായിരുന്നു. പക്ഷെ തന്റെ സേഫ് സോൺ വിട്ടുള്ള ആ ഒരു ധർമ്മടത്ത് വിട്ട് മത്സരിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഒരിക്കലും പിണറായി വിജയൻ റെഡി ആയിട്ടില്ല. ആഷിക, എനിക്കൊരു സംശയങ്ങൾ ഉള്ളതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേര് പിണറായി വിജയന്റെ ആണ്. അപ്പോ പാർട്ടി നേതൃത്വം തന്നെ പറയുന്നത് പിണറായി വിജയൻ ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ ജനരോക്ഷമുണ്ട് എന്നാണ് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നത്. അപ്പോ ഇനിയിപ്പോൾ ആരായിരിക്കാം ആ സ്ഥാനത്തേക്ക് സാധ്യതയുള്ളത്? അല്ല, പിണറായി തന്നെ വരാനാണ് സാധ്യത, നമുക്കറിയാം. അതില് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിലേക്ക് ഉയർന്നു എന്നല്ല, ഇപ്പോൾ നിയുക്ത പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. ഇപ്പോ ഡൽഹിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന സംസ്ഥാനതല യോഗത്തിലും ആകെ നിർദ്ദേശിക്കപ്പെട്ട പേര് ആര് നിർദ്ദേശിക്കപ്പെട്ടു? പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനും MA ബേബിയും ഉൾപ്പെടെയുള്ള ആ ഒരു കമ്മിറ്റി മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് ആണ് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷം നയിക്കട്ടെ എന്ന് പറയുന്നത്. ഇതൊരു മറ്റൊരു മധുരകരമായ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റിവെഞ്ച് ആയിരിക്കും UDFന്റെ ഒരു പക്ഷത്തിന്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ സ്വീകരിക്കുന്നത് KK രമയും അതുപോലെ G സുധാകരൻ, TK ഗോവിന്ദൻ അതുപോലുള്ള നേതാക്കളാണ്. ഇവരുടെ മുന്നിൽ പ്രതിപക്ഷ നേതാവായി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് വന്നു തന്നെ കാണണം. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പിണറായി വിജയന് ശേഷം കേട്ട ഒരു പേരുണ്ടല്ലോ, KN ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പതുക്കെ ഈ ഒരു പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മാറ്റം. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും പാർട്ടി നേതൃത്വത്തെ കണ്ണൂരിൽ നിന്ന് കൈവിട്ട് കളയുവാനായിട്ട് കണ്ണൂരുള്ള നേതാക്കൾ സമ്മതിക്കില്ല. അത് MV ഗോവിന്ദനും പിണറായി വിജയനും അടങ്ങുന്ന ഒരു കോക്കസ് ഉണ്ട്, നമുക്കറിയാമല്ലോ, ഒരു ഇടതുപക്ഷ കോക്കസ് ഉണ്ട്. ആ കോക്കസ് ഒരിക്കലും കൊല്ലം ലോബിയിലേക്ക് പാർട്ടി ഒതുങ്ങി പോകാണ്ട് സമ്മതിക്കില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. നമുക്കറിയാം, ട്രിവാൻഡ്രം ലോബിയുണ്ട്, കൊല്ലം ലോബിയുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ കോക്കസ് ഉണ്ടായിരുന്നു. അത് എല്ലാം തന്നെ തകർന്നരിപ്പണമായി. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കണ്ണൂർ ലോബിയാണ്. അപ്പൊ ആ കണ്ണൂർ ലോബിയിലേക്ക് എന്താണെങ്കിലും പാർട്ടി ഒതുങ്ങി പോകാനായിട്ട് സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ പിണറായി വിജയൻ KN ബാലഗോപാലിന് ഈ പ്രതിപക്ഷ സ്ഥാനം വിട്ടുകൊടുക്കുമെന്ന് ആഷിഖിന് തോന്നുന്നുണ്ടോ?
കാരണം ഇപ്പോൾ ആ ഒരു കോക്കസ് എല്ലാം തകർന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ എല്ലാ പാർട്ടി മീറ്റിങ്ങുകളും, അതായത് കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂരിൽ വരെ, അതായത് പാർട്ടിയുടെ തട്ടകമായ കണ്ണൂരിൽ വരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവുന്നതിൽ എതിർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ തുടർന്ന് കേൾക്കുന്നത് കെ.എൻ. ബാലഗോപാലിൻ്റെതാണ്. ഇല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. അല്ലാതെ വേറെ ആരാണ് അവിടെ ഉള്ളത് പ്രതിപക്ഷ നേതാവ്? എന്താണെങ്കിലും എതിർപ്പുകൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പിണറായി അല്ലാതെ മറ്റൊരു മുഖം ഉയർത്തി കാണിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനോ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാളെ നിർത്തുവാനോ പാർട്ടിക്ക് പറ്റില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പിണറായിയിലെ പാറപ്പുറത്തുണ്ടായ പാർട്ടി പിണറായിയുടെ അടുക്കളപ്പുറത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ മൂല്യച്യുതി സംഭവിച്ചാലും എത്രയൊക്കെ തകർച്ച സംഭവിച്ചാലും അതിൽ നിന്നൊന്നും തിരിച്ചറിവ് നേടുവാനായിട്ട് പാർട്ടി ശ്രമിക്കുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ ഇത്? അതായത് CPM പോലെ തിരിച്ചറിവ് ആഗ്രഹിക്കുന്ന പാർട്ടി വന്ധ്യവയോധികനായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ഇരുത്താൻ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കാൻ, അവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവരോധിക്കാൻ പിണറായി വിജയനെ തന്നെ ഇരുത്താൻ എന്ന് ആലോചിച്ചതിൽ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരു മിസ്റ്റേക്ക് വരും ദിവസങ്ങളിൽ തിരുത്തുമെന്നായിരിക്കും ഏറ്റവും വലിയ രാഷ്ട്രീയർ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ആഷിക്ക് ഉയർന്നു കേട്ടിട്ടുള്ള ഒരു ആരോപണം നമ്മൾ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തു പോയതാണ്. AK ബാലനും വെള്ളാപ്പള്ളിയും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് എന്നാണ് പാലക്കാട് ജില്ലാ നേതൃത്വം പറയുന്നത്. ഈ വർഗീയത, നമുക്ക് വെള്ളാപ്പള്ളി അറിയാം. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കുന്നത് വർഗീയത തുപ്പുവാനായിട്ട് മാത്രമാണ്. AK ബാലൻ മണ്ടത്തരം പറയാനായിട്ട് മാത്രമാണ് വാ തുറക്കുന്നത്. അപ്പോൾ ഇവര് രണ്ടുപേരും ചേർന്ന് പാർട്ടിയെ ഒരു സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളിയുടെ വർഗീയത AK ബാലന്റെ മണ്ടത്തരം രണ്ടും ഒന്നായി ചെറുതായി കാണരുത്. ഒന്നായ നിന്നെയൊക്കെ രണ്ടെന്ന് കണ്ടളവിലെന്നാണോ? അതിന് ഉദാഹരണമാണ് പേരാമ്പ്രയിലെ വർഗീയ അനൗൺസ്മെന്റും കാഫിർ സ്ക്രീൻഷോട്ടും. ഈ രണ്ടിനെയും അവർ ഏറ്റവും കൂടുതൽ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ നോക്കി. അവിടെയാണ് ഇവർക്ക് ഏറ്റവും വലിയ അടിപറ്റിയത്. CPM തന്നെ വർഗീയവാദികൾ ഉണ്ടെന്ന് ഏറ്റവും പൊതുജനങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെയും AK ബാലന്റെയും സ്വരം ഒരുപോലെ പോകുന്നു എന്ന് മനസ്സിലാവുന്നത്.